ഇന്ന് രാത്രി വായിക്കാം. ആലയത്തിനകത്ത് സോഫിയ വരുമോ? അവളുടെ ഇഷ്ടമെന്ത്? വായിക്കാം മോനെ. വെളിപ്പാട് പുസ്തകം 13:15 വായിക്കാം. കമ്പ്യൂട്ടർ സംസാരിക്കുമോ? ഗൂഗിൾ സംസാരിക്കുമോ? വെളിപ്പാട് 13:15 കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം വായിച്ചാട്ടെ. യോഗ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടത് ഇപ്പൊ റെഡിയായില്ലയോ? ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ മഞ്ഞാലിമൂട്ടി വന്ന് റോബോട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും പാസ്റ്ററുടെ തലയിലെ നട്ടളവിയെന്ന്. സ്വോത്രം. ഇന്ന് രാത്രി നിങ്ങളെല്ലാം മൊബൈൽ അടിച്ചു നോക്കിയാൽ പിള്ളേർക്കെല്ലാം അറിയത്തില്ലേ ഗൂഗിൾ സംസാരിക്കുന്നു. തീർന്നില്ല. ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ കളിക്കാവിള മാർത്താണ്ഡാസ് റായംകുടി കാഞ്ഞിരക്കാട് സകല എഞ്ചിനീയറിംഗ് കോളേജും എനിക്കറിയാം. അവിടെ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ ട്രേഡ് വന്നില്ലേ. CS അല്ല, കമ്പ്യൂട്ടർ സയൻസ് മാറി പുതിയ ട്രേഡ് വന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI. അങ്ങനെ കേട്ട കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? കരമുയർത്തിയാട്ടെ. പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും അറിയാം. തമിഴ്നാട്ടിലെ മുഴുവൻ കോളേജിലും വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിനെ നിയന്ത്രിക്കാനുള്ള ടെക്നോളജി. ജോലിയെല്ലാം പാമ്പോവും അമ്മ. സ്വോത്രം. 2 റോബോട്ട് മതി ബാങ്കിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. സ്വോത്രം. ഇനി മഞ്ഞാലിമുട്ട് രാവിലെ ബാങ്കിൽ ചെല്ലുമ്പോൾ തോമാച്ചാനും അവറാച്ചാനും പറയണ്ട, റോബോട്ട് പറയും ഗുഡ് മോർണിംഗ്. സ്വോത്രം. ഇങ്ങോട്ട് വരാൻ. സ്വോത്രം. കണ്ടില്ലയോ പണ്ട് നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ? ഇപ്പം മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. പണ്ട് പാസ്ബുക്ക് പതിപ്പിക്കാൻ എത്ര നേരം ബാങ്കിൽ ക്യൂ നിൽക്കണമായിരുന്നു ചേച്ചി. ഇപ്പം അത് വേണോ? അങ്ങോട്ട് ചെല്ലും പാസ്ബുക്ക് കീ കൂക്കു പ്രസ് ചെയ്താൽ മതി. കര ഉയരുന്നില്ലല്ലോ. ചേച്ചിക്ക് എത്ര വന്നു എത്ര പോയി നാട്ടുകാരടിച്ചുകൊണ്ട് പോയി എല്ലാം അവൻ പതിപ്പിച്ച് തരും. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അതിൻ്റെ മൂത്ത ചേട്ടൻ വരാൻ പോവുക. സ്വോത്രം. നമ്മുടെ ജോലിയെല്ലാം കൊണ്ടുപോകും. ഇന്ന് പല രാജ്യങ്ങളിലും ഈ ഷോറൂമിൻ്റെ വാതിൽക്കൽ ഗേറ്റ് ഉയർത്താൻ നാരായണൻ ചേട്ടനല്ല, റോബോട്ട് കാർ വരുമ്പോൾ ഗേറ്റ് ഉയർത്താൻ നിൽക്കുക. സ്വോത്രം. 4 ബാറ്ററി ഇച്ചിരി ചാർജും കൊടുത്താൽ നല്ല കാര്യം. ഇന്ന് ജപ്പാനിലെ ഏറ്റവും വലിയ വാർത്ത കേൾക്കണോ? ജപ്പാനിൽ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ റോബോട്ട്. അമ്മച്ചി ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിന് പാലും നിഡോയും വെള്ളവും കലക്കി കൊടുക്കാൻ റോബോട്ടെന്ന്. കര ഉയരുന്നില്ലല്ലോ. ഇനി അടുത്ത 2028 ആകുമ്പോൾ ഇവിടെ 5G പൂർണ്ണമായിട്ട് വന്നാൽ സൺ TV பார்க்குது, அந்த அருமையான கேப்டன் TV பார்க்குது. வார்த்தை யார் சொல்லுங்க ஐயா? அங்கே வார்த்தை சொல்லுறதுக்கு കമ്പ്യൂട്ടർ റെഡി. സോഫിയയുടെ മൂത്ത ചേച്ചിയുടെ കൊടുത്താൽ അവൾ വാർത്ത വായിക്കുമെന്ന്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇതൊരു അന്ത്യകാലം മുടിഞ്ചാച്ച് ദാ കിടക്കുന്ന മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കോ. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. അടുത്തത് മൃഗത്തിൻ്റെ പ്രതിമയെ വായിച്ചിട്ട് മോനെ. മൃഗത്തിൻ്റെ പ്രതിമയെ വായിക്കാം. മൃഗത്തിൻ്റെ പ്രതിമയെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. അതിന്റെ പേരാ മോളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ദൈവം നമ്മുടെ ഉള്ളിൽ ഒരാത്മാവിനെ തന്നെങ്കിൽ ഈ പൈശാചിക ലോകം സാത്താന്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പോകുന്ന AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സ്വോത്രം. സാത്താന്റെ ഇഷ്ടമെന്താ? ശദ്രക്ക് മേശക്ക് അഭേദനഗോഗ് ദുരാസു സമഭൂമി പോയി. ദുരാസു സമഭൂമി പോയപ്പോൾ നെബൂഖദ്നേസർ സ്വോത്ര കാഴ്ചയും വഴിപാടും കൺവെൻഷന് കാശല്ല പറഞ്ഞത്, ഒന്ന് വണങ്ങിയേക്കാൻ. കരമുയരുന്നില്ലല്ലോ. യേശുവിനെ ഉയർന്ന മലയെ കൊണ്ടുപോയി. മാഞ്ഞാലുമോട് കുഴുത്തറയും മരുതങ്കോടും അല്ല യേശുവിനെ കാണിച്ചിട്ട് പിശാച് പറഞ്ഞതെന്താ? എല്ലാം തന്നേക്കാമെന്ന് വണങ്ങിയേക്കാൻ. അങ്ങനെയെങ്കിൽ സാത്താൻ്റെ ഇഷ്ടം വണങ്ങണം. ആരാധന. യഹൂദൻ വണങ്ങത്തില്ല. അന്നവനെ വെട്ടിക്കൊല്ലുന്ന കാലം വരും. ഇനി അടുത്ത കാര്യം, ആൻറ്റി ക്രൈസ്റ്റ് 2ാമത്തെ പണി കൊടുക്കും. ആദ്യം ചുവന്ന പശുവിനെ യെരുശലേം ദൈവാലയത്തിൽ കൊണ്ടുവരും. എന്നിട്ട് അവൻ പ്ലേറ്റ് മാറ്റ്. യഹൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട്. അതിൻ്റെ പേരാ പന്നി. പന്നി പന്നി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സ്വോത്രം. ആദ്യം ചുവന്ന പശുവിനെ കൊണ്ടുവരും, പ്ലേറ്റ് മാറ്റ്. ഇനി ആൻറ്റി ക്രൈസ്റ്റ് എവിടുന്ന് വരുന്നു? ചിലർ പറയുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാറാണ്. ചിലർ പറയുന്നു കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ആരോ പറയുന്നു തമിഴ്നാടിന് മുതലமைச்சർ സ്റ്റാലിനാണ്. ഇവർ ആരുമേ അല്ല ഈ ആൻറ്റി ക്രൈസ്റ്റ്. യാക്കോബ് മക്കളെ വിളിച്ച് അനുഗ്രഹിക്കുന്നു. വീട്ടിൽ ചെന്ന് പാരുങ്കെ ഉൽപ്പത്തി 49:10 എഴുതിയിട്ടുണ്ട്. അവകാശമുള്ളവൻ വരുവോളോ ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ആദ്യം ആര് വരും? ആൻറ്റി ക്രൈസ്റ്റ് അല്ല വരുന്നത്. യഹൂദ ഗോത്രത്തിലെ സിംഹം, രാജാക്കന്മാരുടെ രാജാവായി വരും. സഭ എടുക്കപ്പെട്ടാൽ 7 വർഷം ഭരിക്കുവാൻ എതിർ ക്രിസ്തു വരും. 49:17 വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. സ്വോത്രം. അപ്പം സിറിയായി അന്ത്യക്രിസ്തു വരുന്നതല്ല. മോഡി സാറുമല്ല. തമിഴ്നാടിൽ മുതലமைச்சർ സ്റ്റാലിനുമല്ല. സ്വോത്രം. അത് കഴിഞ്ഞ് കേരള മുഖ്യമന്ത്രി പിണറായിയുമല്ല. റഷ്യയുടെ പ്രസിഡന്റ് പുടിനുമല്ല. അമേരിക്കയിലെ ബൈഡനുമല്ല. ബൈബിൾ പഠിക്കാത്തവരാ പറയുന്നത് ഇവരെ അന്ത്യക്രിസ്തു എന്ന്. സ്വോത്രം. ഇന്നത്തെ കത്തെന്താ? സിറിയ. നിങ്ങൾ കേൾക്കണം. ഇന്ന് രാത്രി 30 ലക്ഷം അഭയാർത്ഥികൾ സിറിയയിൽ നിന്ന് മതിൽ ചാടിയിരിക്കുക. അവർ യൂറോപ്പിനകത്ത് പോയിട്ടുണ്ട്. സിറിയയിൽ ഒരു വിഷവാതകം അടിച്ചായിരുന്നു. സരിൻ
സരിൻ വിഷബാധകൾ അത് ശ്വസിക്കാതെ എല്ലാം കൂടെ ചാടിപ്പോയി. ആ യൂറോപ്പിനകത്തുനിന്ന് സിറിയയിൽ നിന്ന് ചാടിപ്പോയ ഗ്രൂപ്പിനകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്ന യഹൂദന്റെ രക്തമുള്ള ഒരുവനാ എതിർ ക്രിസ്തു, അല്ലാതെ മോഡി സാറും പിണറായി ഒന്നുമല്ല. അതുകൊണ്ട് ഉൽപ്പത്തി 49:17 ദാൻ വഴിയിലൊരു പാമ്പ്, പാതയിൽ ഒരു സർപ്പോ. അപ്പൊ സിറിയക്കാരനാരാ? ഇനി ചരിത്രവും കൂടെ പറഞ്ഞു വേഗത്തിൽ 2 വാക്യം കൂടെ ബാക്കി നാളെ ഇന്ന് രാത്രി കേൾക്കണമേ. സിറിയയിൽ പണ്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് അന്തിക്കോസ് എപ്പിപ്പാനോസ്. അവൻ ഈജിപ്തിനെ ആക്രമിക്കാൻ ഇസ്രയേലിൽ കൂടെ പോയി. ഇസ്രയേലിൽ കൂടെ പോയപ്പോൾ ഇസ്രയേലുകാർ പച്ചോളം കൊടുത്തില്ല. ഈജിപ്തിനെ ആക്രമിച്ചതിന് ശേഷം അവൻ തിരിച്ചു വന്നു. രണ്ടാമത് അന്തിക്കോസ് എപ്പിപ്പാനോസ് ആരെ ആക്രമിച്ചു? ഇസ്രയേലിനെ ആക്രമിച്ചു. അന്ന് അവൻ ചെയ്ത ഒരു കാര്യമുണ്ട്. യഹൂദന്റെ ആലയം ഒന്നുണ്ട്. അത് അവൻ എന്താ ചെയ്തതെന്നറിയാമോ? ആലയത്തിനകത്ത് പന്നിയെ അറുത്തു. പന്നിയുടെ രക്തം ആലയത്തിനകത്ത് ഒഴുത്തുകയും യഹൂദന്റെ വായ്ക്കകത്ത് മുപ്പല്ലിക്കകത്ത് പന്നിയുടെ രക്തം കയറ്റി. അന്ന് യഹൂദൻ നിലവിളിച്ചപ്പോൾ സ്വർഗത്തിന്റെ കരം അവന് വേണ്ടി ഇറങ്ങി വന്നു. ഇതുപോലെ ഇന്ന് തകർന്നുടഞ്ഞ റോമാ സാമ്രാജ്യം വരും. അറബ് ലീഗിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ ഒരുമിക്കുമ്പോൾ ഈ സിറിയയിൽ നിന്ന് അഭയാർത്ഥികളുടെ നടുവിൽ നിന്ന് ഇന്നത്തെ യൂറോപ്പിനെ കയ്യിലെടുക്കുവാൻ 10 കൊമ്പിന്റെ മേന്മയോടെ അവിടുന്ന് എഴുന്നേൽക്കുന്ന എതിർ ക്രിസ്തു ആദ്യം വെള്ള കുതിര. ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്ന പോലെ മോനെ, മക്കളെ, ചക്കരെ, സിസ്റ്ററെ, ബ്രദറെ എന്ന് വിളിച്ചിട്ട് പതിയെ അങ്ങ് പ്ലേറ്റ് മാറ്റും. ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിന് വെക്ക്. യഹൂദന് വെറുക്കപ്പെട്ട പന്നിയെ കൊണ്ടുവരും. ആലയത്തിനകത്ത് രക്തമൊഴിക്ക്. അന്ന് യഹൂദൻ നിലവിളിക്ക്. അന്നവർ ഓടിപ്പോകുന്ന ഒരു കാലം വരാറായി. വായിക്കാം മത്തായി 24:15-16. കുഞ്ഞെടുത്തട്ടെ. മത്തായി 24:15-16 വാക്യം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം, വായിച്ചട്ട് മക്കളെ, പ്രവചനമായതല്ല. മത്തായി 24:15 ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, വിശുദ്ധ സ്ഥലം യഹൂദന്റെ ആലയത്തിനകത്ത് നിൽക്കുമ്പോൾ, 1 അവൻ കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്ക്. 2 അവൻ ചുവന്ന പശുവിന്റെ രക്തം അവിടെ ഒഴിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ പന്നിയുടെ രക്തം. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് മോനെ. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അടുത്ത വാക്ക്. അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. എത്ര ക്ലിയർ! യഹൂദൻ നിലവിളിച്ച് മലകളിലേക്ക് ഓടിപ്പോക. മോനെ ഒരു വാക്യം കൂടെ എടുത്താട്ടെ. യോഹന്നാൻ 9:4. ഞാനത് എഴുതാൻ മറന്നു. എനിക്കിപ്പോൾ തലയ്ക്ക് അത്രയും ലെവലില്ല. സ്വോത്രം ഒത്തിരി മറക്കുന്ന എന്താണെന്നറിയത്തില്ല. പല വാക്യവും മറന്നുപോയി. പഠിച്ചിട്ടാണെന്നൊന്നും അറിയത്തില്ല. ഇന്നലെ വാക്യം മറന്നു, ഇന്നും അത് തന്നെ മറന്നു. യോഹന്നാൻ 9:4 മോനൊന്ന് എടുത്താട്ടെ. അത്രയും കൺട്രോൾ കിട്ടുന്നില്ല. സ്വോത്രം ഇന്ന് രാത്രി 1 ആലയത്തിനകത്ത് റോബോട്ടിനെ കൊണ്ടുവെക്ക. സൂഫിയുടെ മൂത്ത ചേച്ചി. 2ാമത്തെ കാര്യം, ആലയത്തിനകത്ത് എന്താ? പന്നിയുടെ രക്തമൊഴിക്കും. ഇന്ന് അത് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണമേ, മക്കളെ, ആലയത്തിനകത്ത് റോബോട്ട് വരുന്നതിന് മുമ്പ് നാഥന്റെ മുഖം മധ്യാകാശത്തിൽ കാണും. 2ാമത്തെ സംഭവം, യഹൂദന്റെ ദൈവാലയത്തിനകത്ത് ചുവന്ന പശുവിനെ, യഹൂദന് വെറുക്കപ്പെട്ട പന്നിയുടെ രക്തം അവിടെ ഒഴിക്കും. എന്തോ ചെയ്യുമെന്നറിയാമോ? ഇത് 2 വായിക്കൊള്ളാത്ത യഹൂദന്റെ തലയിൽ ഷോള് പുതപ്പിക്കും. ഷോള് പുതപ്പിച്ചിട്ട് IS-ന്റെ തീവ്രവാദികൾ ഇറാഖിലും സിറിയയിലും മനുഷ്യന്റെ തല ഇറക്കുന്നത് പോലെ തലയറുത്ത് യഹൂദന്റെ രക്തം പിറകെ വീഴും. അത് കണ്ടവർ പേടിച്ചു നിലവിളിച്ചോടുന്നൊരു കാലം വരും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ മഞ്ഞാലിമുട്ടിൽ പറയണം, ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ, ചുവന്ന പശുവിന്റെ രക്തവും പന്നിയുടെ രക്തം അവരുടെ മാംസത്തിനകത്ത് തലയ്ക്കകത്തും കുത്തി വായ്ക്കകത്ത് വീഴുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. മഞ്ഞാലിമൂട് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അതുകൊണ്ട് യേശു പറഞ്ഞു. ഇനി യോഹന്നാൻ 9:4 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 9:4 വാക്യം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അടുത്ത വാക്ക് ബൈബിളുള്ളവരെല്ലാം ശ്രദ്ധിച്ചോണം. അടുത്ത വാക്ക് കുഞ്ഞു വായിച്ചാട്ടെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തിയാട്ടെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഇന്ന് രാത്രി ആ രാത്രി ഇവിടെ വരുന്നതിന് മുമ്പ് കാൽവരി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. ആത്മാവ് സഭകളോട് പറയുന്നത്
ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതോ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഇന്ന് രാത്രി സംഭവങ്ങൾ മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കാണിക്കുന്നു. മഞ്ഞാലിമൂട് ഇതുവരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറാത്ത ആരെങ്കിലും ഉണ്ടോ? രണ്ട് കാര്യം ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. ഒന്ന്, മനുഷ്യൻ്റെ മരണം. രണ്ട്, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത. ചലനങ്ങൾ കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നാഥൻ വരാറായി. ഒരിക്കൽ കൂടി അമേരിക്കയിൽ നല്ലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേര് ജോർജ് വിൽസൺ. അവൻ 2 പേരെ കൊലപ്പെടുത്തി. അമേരിക്കയിലെ അന്നത്തെ പെഡൽ കോർട്ട് അവന് കൊടുത്തത് തൂക്കിക്കൊല്ലാനുള്ള ശിക്ഷ. അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഏക സന്തതി 30 വയസ്സേ ഉള്ളൂ. അപ്പനും അമ്മയും പെഡൽ കോർട്ട് ചെന്നിട്ട് ദയാഹർജി കൊടുത്തു. പെഡൽ കോർട്ടിലെ ജഡ്ജി പറഞ്ഞവന് 30 വയസ്സുണ്ട്, അവൻ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. അങ്ങനെയെങ്കിൽ അവന് തൂക്കിക്കൊല മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, അമേരിക്കയിലെ പ്രസിഡന്റ് നല്ലത്, ആൻഡ്രൂ ജാക്സൺ, അദ്ദേഹം നല്ല പ്രസിഡന്റാണ്. ആരെങ്കിലും കൊണ്ട് കത്ത് കൊടുത്താൽ ഒരു മറുപടി കൊടുക്കും. അമേരിക്കയിൽ ആൻഡ്രൂ ജാക്സന്റെ അടുത്ത് കൊണ്ട് കത്ത് കൊടുത്തു. കത്ത് കൊടുത്തപ്പോൾ ആൻഡ്രൂ ജാക്സൺ ഒരു മറുപടി കൊടുത്തു, ഞാൻ 2 പേപ്പർ തരും. 1, അവനെ ഞാൻ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ നല്ല നടപ്പ്. 2, ജയിലിലെ വാർഡൻ എഴുതണം, സ്വത്രം ഇവൻ ക്ലിയറാ. അങ്ങനെയെങ്കിൽ ഈ കത്തും മേടിച്ചുകൊണ്ട് അപ്പനും അമ്മയും ഓടി ജയിലിനകത്തേക്ക് വന്നു. ജയിലിലെ സൂപ്രണ്ടിനോട്, സാറേ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, ഞങ്ങൾക്കൊരു വിടുതൽ ഹർജി. അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പേപ്പർ ഇവിടുത്തെ ഞാൻ പൂരിപ്പിച്ച് ഒപ്പിട്ട് തരാം, അവൻ്റെ പേപ്പർ അവിടെ ഒപ്പിടിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ വൈറ്റ് ഹൗസിൽ കൊണ്ടു കൊടുക്കുമ്പോൾ വിടുതലിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഉടനെ അപ്പനും അമ്മയും ജയിലിനകത്തേക്ക് ഓടി. അവൻ ആ പിന്നെ വിൻഡോയ്ക്കകത്ത് അഥവാ എടികളിൽ പിടിച്ചുകൊണ്ടിരിക്കുക. മോനെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ കയ്യിലോട്ട് ഈ പേപ്പർ കൊടുത്തു, വിടുതലിൻ്റെ ഹർജി. അവൻ ഈ പേപ്പർ അങ്ങോട്ടെടുത്തു. പേപ്പർ എടുത്തിട്ട് വായിച്ചിട്ട് അലക്ഷ്യമായിട്ട് അത് കീറിക്കളഞ്ഞു. അപ്പനും അമ്മയും നിലവിളിച്ചു. സൂപ്രണ്ട് ഓടി വന്ന്, അയ്യോ യവൻ നഷ്ടപ്പെടുത്തിയത് അവസാന വഴിയാണല്ലോ. ഇനി അവനൊരു രക്ഷയില്ല. ഇന്ന് രാത്രി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ലെറ്റർ വലിച്ചു കീറി അവർ 2ാമതും ഫെഡറൽ കോർട്ടിൽ പോയി. ഫെഡറൽ കോർട്ടിൽ പോയപ്പോൾ ജഡ്ജിയോട് പറയും, സാറേ പ്രസിഡന്റ് ദയാഹർജി എന്നിട്ട് ഞങ്ങളുടെ മോൻ അലക്ഷ്യമായതിനെ വലിച്ചു കയറി. അപ്പോൾ ആ ജഡ്ജി പറഞ്ഞു, ഞാൻ അവനെ തൂക്കിന് വിധിച്ചതാ. നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് ദൈവം അവനൊരു വഴി തുറന്നിട്ടോ അതിനെ അലക്ഷ്യമാക്കി കളഞ്ഞെങ്കിൽ അവൻ മരണയോഗ്യനാ. ഇന്ന് രാത്രി ഇനി ഒരു പ്രസംഗം മഞ്ഞാലിമൂട്ടി നടക്കുമെന്ന് എനിക്കറിയത്തില്ല. 10ാം ക്ലാസ് എഴുതിയാൽ ഒരിക്കൽ കൂടി വീണ്ടും എഴുതാം. +2 മെട്രിക്കുലേഷൻ ഒരു വിഷയം പോലെ പരീക്ഷ എഴുതാം. ഡിഗ്രി കൈവിടപ്പെട്ടു പോയാൽ ഒരിക്കൽ കൂടി എഴുതാം. എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സബ്ജക്റ്റ് പോയാൽ നമുക്ക് വീണ്ടും അണ്ണയിലോ ചെന്നൈയിലോ എഴുതിയെടുക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ വഴിത്താരകൾ നീ രക്ഷയുടെ പെട്ടകത്തിനകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ പെട്ടുപോകും. മകനെ മകളെ, ഇന്ന് രാത്രി സത്യസുവിശേഷം കേട്ട് മടങ്ങി വാ. പെട്ടകത്തിൻ്റെ വാതിലുകൾ അടയാറായി. ഇന്ന് രാത്രി എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? പണ്ട് അപ്പച്ചനോടൊരു സ്വർഗം പറഞ്ഞ ഒരു പെട്ടകമുണ്ടാക്കാൻ. അദ്ദേഹത്തിൻ്റെ പേര് നോഹ. 1 ഗോഫേർ മരം, 2 300 നീളം, 3 50 വീതി, 4 70 30 ഉയരം, 5 3 തട്ട് പെട്ടകത്തിന്, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. പെട്ടകം പണിഞ്ഞ ആശാരി അതിനകത്ത് കയറിയില്ല. പെട്ടകത്തിനകത്ത് ചിന്തേരിട്ടവനും അതിനകത്ത് കയറിയില്ല. പെട്ടകത്തിനകത്ത് ലോക്ക് വെച്ച് പിടിപ്പിച്ച ലോക്കുകാരനും കയറിയില്ല. പെയിന്റ് അടിച്ചവനും കയറിയില്ല. എന്നാൽ ഇതെല്ലാം ചെയ്തവൻ വാതിലടച്ചില്ല. ആരാ വാതിലടച്ചത്? ഉയരത്തിൽ നിന്ന് സ്ട്രക്ചർ അയച്ചു കൊടുത്തവനാ വാതിലടച്ചതെങ്കിൽ ഇന്ന് രാത്രി മഞ്ഞാലിമൂടിനോട് ചങ്കൂറ്റത്തോടെ പറയാം, നാഥൻ പെട്ടകത്തിൻ്റെ വാതിലിന് കുറ്റിയിടാൻ കാലമായി. എന്നാൽ അതിനു മുമ്പ് ഒരവസരം കൂടി നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പെട്ടകത്തിനകത്ത് കടന്നു വന്നാൽ നിന്റെ പെട്ടകത്തെ അരാരാത്തിനകത്ത് ഉറപ്പിച്ച് സ്വർഗീയ സിയോനിലേക്ക് കൊണ്ടുപോകുവാൻ എൻ്റെ നാഥൻ വരാറായി. രക്ഷയുടെ സന്ദേശം അവഗണിക്കരുത്. നോഹ വീട്ടക്കെടുത്തവനല്ല, സ്ട്രക്ചർ സ്വർഗം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി വചനത്തിൻ്റെ സ്ട്രക്ചറാൽ പണിയപ്പെട്ട ദൈവസഭയെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്തിൽ വരാറായി. 7 അടിസ്ഥാന ഉപദേശങ്ങളിൽ രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവുമുള്ള ദൈവസഭയെ ചേർക്കുവാൻ കാന്തൻ വരാറായി. ഇന്ന് രാത്രി മഞ്ഞാലിമൂടുകാർ ശ്രദ്ധിക്കണം. നോഹയ്ക്ക് വലിയ വിവരമില്ല, പക്ഷേ സ്വർഗത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന് ഉപദേശിയുടെ പെട്ടകത്ത് സ്വർഗം കൂട്ടിയിട്ട് അരാരാത്തിൽ. എന്നാൽ 1912 ഏപ്രിൽ മാസം 14-ാം തീയതി ബ്രിട്ടനിലെ ഒരു കപ്പലുണ്ടായിരുന്നു, കമ്പനി ഉണ്ടായിരുന്നു, വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. അവരൊരു കപ്പലിനെ പണിതു. ടൈറ്റാനിക്കിൻ്റെ നീളം എത്ര? 887. ഉയരം എത്ര? 87. വീതി 152. അന്നത്തെ ടൈറ്റാനിക്കിൻ്റെ സ്പീഡ് 50,000 ഹോഴ്സ്
പവർ. അന്ന് ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം വിചാരിച്ചാലും ഈ കപ്പലിനെ തകർക്കാൻ പറ്റത്തില്ല. 2224 കിലോമീറ്റർ. ഹല്ലേലൂയ. ഈ യാത്ര ബ്രിട്ടൻ സതാംപ്ടൺ മുതൽ അമേരിക്ക വരെ ആ കപ്പൽ ഇങ്ങനെ നല്ല വികായസിൽ പോകുന്നു. നല്ല തിയേറ്ററുകളും കള്ളും കുടിച്ച ആൾക്കാർ കടക്കുമ്പോൾ എതിരെ വന്ന കപ്പലുകൾ ക്യാപ്റ്റന് സിഗ്നൽ കൊടുത്തു. മഞ്ഞുമല അറ്റ്ലാന്റിക് സമുദ്രം. അദ്ദേഹം പറഞ്ഞു, പോ, ഇതൊന്നും ഇവിടെ ഒന്നും നടക്കത്തില്ല. ആ കപ്പലിൻ്റെ ഫ്രണ്ടിലിരുന്നവർ പറഞ്ഞു, സാറേ ദൂരെ മഞ്ഞുമല കാണുന്നു. മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പോയി. കന്നിയാത്രയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമലയിൽ ഇടിച്ചത് തകർന്നു. 1000 പേർ അവിടെ പട്ടുപോയെങ്കിൽ ഇന്ന് രാത്രി മഞ്ഞാലിമൂടെ സുവിശേഷത്തിൻ്റെ വാതിലുകൾ അടയുവാൻ കാലമായി. അതിനു മുമ്പ് ഈ മുന്നറിയിപ്പ് അവഗണിക്കാതെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറിയാൽ, ലോകയുടെ പെട്ടകത്തെ ഉറപ്പിച്ച കർത്താവ് തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരാറ്. അല്ലാതെ പ്രസംഗിക്കുന്ന ഉപദേശിയെ കുറ്റം വിധിച്ച് വയറ് നിറയ്ക്കുന്ന മാർഗമെന്ന്, പള്ള വീർപ്പിക്കുന്ന മാർഗമെന്ന് ഇവരെന്തോ വഴിവക്കിൽ വിളിച്ചു പറയുന്നെന്ന് ക്യാപ്റ്റൻ സ്മിത്തിനെ പോലെ ജീവിതയാത്രയിൽ വചനത്തെ അവഗണിച്ചാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നിന്റെ കുടുംബം തകർന്ന് പറവോനെ സൈന്യം ഉപ്പുവെള്ളത്തിനകത്ത് വീണതുപോലെ, അറ്റ്ലാന്റിക്കിനകത്ത് ടൈറ്റാനിക് തകർന്നതുപോലെ നിന്റെ കുടുംബം തകരുന്നതിന് മുമ്പ് അവസാനമായി കരമുയർത്തി ഇന്ന് രാത്രി യേശുവിങ്കലേക്ക് മടങ്ങി വരുവാൻ ഈ വചന സന്ദേശം ഒരു ഉദാഹരണമായി മാറട്ടെ. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ബ്രദർ സിസ്റ്റർ, പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി എവിടെങ്കിലും വചനം കേട്ട് താങ്കൾ ഒരു പാപിയാണോ, താങ്കൾ ഒരു മദ്യപാനിയാണോ, താങ്കൾ കുടുംബജീവിതം തകർന്നതാണോ, ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറ, യേശു എൻ്റെ ഏക ദൈവം. കരമുയരുന്നില്ലല്ലോ. യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ താങ്കളുടെ പേര് ചേർത്താൽ ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാ. അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവൻ വിശുദ്ധന്മാരോട് ദൂതജനത്തിന് നടുവേ വസിക്കുമെങ്കിൽ ഇന്ന് രാത്രി ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവന് തീപ്പൊയ്കയിൽ തള്ളിയിട്. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞെങ്കിൽ ഈ സത്യവചനം കേട്ടിട്ട് ഇന്ന് രാത്രി മടങ്ങി വാ. വചനങ്ങൾ മുഴുവൻ യേശുവിന്റെ വരവിനെ കാണിക്കുന്നു. സഹോദര സഹോദരി, ഇന്ന് രാത്രി കടക്കപ്പായ്ക്കകത്ത് കിടന്നിട്ട് നാളെ രാവിലെ കരമുയർത്തി പ്രാർത്ഥിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. കൊട്ടാരമായാലും മൃത്യു കടന്നു വരും, കോട്ടയ്ക്കകത്ത് മരണം കടന്നു വരും. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഞങ്ങൾ അതുകൊണ്ടാണ് ചങ്കുകീറി പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തെ കാണാൻ ആന്ധ്രയിൽ നിന്നൊരു മിഷണറി പോകും. എല്ലാ മാസവും ഒക്കെ പോകുമായിരുന്നു. ചാച്ചാജിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം പ്രാർത്ഥിക്ക് വണ്ടിക്കൂലിയും കൊടുക്കുക. അവസാനം ചാച്ചാജി ഇദ്ദേഹത്തെ ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അടുത്ത പ്രാവശ്യം വരണം. സ്വോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുക. ഒരു ബൈബിളും കൊടുത്തു. ഞാൻ ഈ ഭരണത്തിൽ ഇരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ പറ്റത്തില്ല. 3 മാസം കഴിഞ്ഞ് ആന്ധ്രയിലെ മിഷണറിയോട് പറഞ്ഞു, നീ മടങ്ങി വരണം, ഞാൻ അന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. നല്ല ചായം കൊടുത്ത് ജവഹർലാൽ നെഹ്റുജി യാത്രയാക്കി തിരിച്ച് ആന്ധ്രയിൽ വന്നു. 6ാമത്തെ ദിവസം പത്രത്തിലൊരു വാർത്ത, മിസ്റ്റർ ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ. കരമുയരുന്നില്ലല്ലോ. അവസാന രക്ഷയുടെ വാതിലുകൾ 3 മാസത്തേക്ക് മാറ്റിവെച്ചപ്പോൾ മരണം അദ്ദേഹത്തെ പുൽകിയെങ്കിൽ ഇന്ന് രാത്രി മഞ്ഞാലിമൂടിൽ ഞങ്ങളെ കേൾക്കുന്ന രക്തബന്ധങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, അപ്പച്ചന്മാരെ, അമ്മച്ചമാരെ, തായെ, തകർപ്പരെ, തമ്പി, തങ്കച്ച്, இந்த അരുമயான വസനത്തെ വാസിക്കുന്നത് ഇനിയെങ്കിലും യേശു അപ്പാവ രക്ഷിതാവായി സ്വീകരിക്കാതെ നിന്റെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോയാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ വരും. മരണം നിന്നെ മാടി വിളിക്കുവാൻ കാലമായി. എന്നാൽ മരണം പിടിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിന് കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ ഒരവസരം സ്വർഗം തന്നെങ്കിൽ പെന്തക്കോസിനകത്ത് ചേരാനല്ല, അക്കരെ നാട്ടിൽ ചെല്ലാനുള്ള ബോർഡിംഗ് പാസിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ പേര് രക്ഷയുടെ ടിക്കറ്റ്. അവനെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി യഹൂദന്റെ മേൽ വരുന്ന ന്യായവിധി അന്ത്യ ദിവസങ്ങളിൽ അവൻ കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കത്തില്ല. ഇനി മഞ്ഞാലിമുട്ടിൽ വരുമ്പോൾ പറയാൻ 98 കേൾക്കണേ, ഒരു ഭാഗം കൂടെ പറഞ്ഞ് നിർത്താം, ബാക്കി നാളെ. 1998 പിന്നെ ഇന്നത്തെ ഒലിവുമലയുടെ താഴ്വാരത്തെ ഒരു ഹോട്ടലുണ്ട്, 7 ആർച്ച് ഹോട്ടൽ. അതിൻ്റെ ഇപ്പുറത്ത് വേറെ റിസോർട്ട് പണിയാൽ
ഫ്രാൻസിലെ ഒരു കമ്പനി വന്നു, വലിയ റിസോർട്ട് പണിയാൻ ഭൂമിക്കടിയിലേക്ക് തുരങ്കം വെക്കാൻ തുടങ്ങി. അന്ന് കണ്ട ഒരു കാഴ്ച, 98-ൽ കണ്ട ഒരു കാഴ്ച, ഭൂമിക്ക് കീഴ് ഇസ്രയേലിനകത്ത് ഭൂമിക്കടിയിൽ അറ പോലെ ഗുഹകൾ. ബൈബിളിനകത്തുണ്ടോ? അന്ത്യദിനങ്ങളിൽ യഹൂദൻ ചിപ്പ് വെക്കത്തില്ല, അവൻ കമ്പ്യൂട്ടറിന് വണങ്ങത്തില്ല. ഓടിപ്പോകുന്ന യഹൂദന് വേണ്ടി ഭൂമിക്കടിയിൽ പാർക്കുവാൻ ഒരറ ദൈവം ഒരുക്കി. വായിക്കാൻ മോനെ, യെശയ്യാ പ്രവചനം 26-ാം അധ്യായം 20-ാമത്തെ വാക്യം. നമുക്ക് വേണ്ടി അറയല്ല, യഹൂദന് വേണ്ടി. അവൻ സ്വന്തം ജനത്തെ കൈവിടുമോ? യെശയ്യാ പ്രവചനം 26-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഇന്ന് രാത്രി ഒന്ന് വായിച്ചട്ടെ. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചട്ടെ. എന്റെ ജനമേ, എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക. അടുത്തത്, ക്രോധം കടന്നു പോകുവോളം, എതിർ ക്രിസ്തുവിന്റെ ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് മതി. അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. ഇന്ന് രാത്രി ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ വണങ്ങാത്ത, ചുവന്ന പശുവിന്റെ രക്തവും പന്നിയുടെ രക്തവും വായിക്കൊള്ളാത്ത, എതിർ ക്രിസ്തുവിന്റെ ചിപ്പ് കയ്യിൽ വെക്കാത്ത, ഓടിപ്പോകുന്ന യഹൂദന് വേണ്ടി ഭൂമിയുടെ അടിവാരത്തിൽ 98 മുതൽ യഹൂദന് വേണ്ടി ഒരു ഗുഹ അല്ലെങ്കിൽ കണ്ടെത്തിയെങ്കിൽ, അതിൻ്റെ അടിക്ക് ഭൂമിക്കടിക്ക് പാർക്കുവാൻ അറകൾ ഒരുങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി നമുക്ക് പോകാൻ ഒരു വീടുമായി കർത്താവ് വരാറായി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗെദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ അവൻ പരമയാഗമായി. 5 അവസരങ്ങൾ. ഇന്ന് രാത്രി വചനം കേൾക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇത്രയും സത്യമായ വചനം കേൾക്കുന്നുവല്ലോ. ഒരുത്തനുണ്ടായിരുന്നു, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. 2 കള്ളന്മാർ ക്രൂശിന്റെ നടുവിൽ. അതിൻ്റെ നടുവിൽ ഒരുവൻ മറ്റവനെ പരിഹസിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കാൽവറിയിലെ കള്ളൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി. അവന് പിടികിട്ടി ഇത് സാധാരണക്കാരനല്ല. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പാപിയായ എന്നെയും ഓർക്കണമേ. യേശു പറഞ്ഞില്ല ന്യൂ ഇന്ത്യ ചർച്ച് കോഡിന്റെ കൗൺസിൽ ആലോചിക്കട്ടെന്ന്, അല്ലെ CSIയുടെ കൗൺസിൽ ആലോചിക്കട്ടെന്ന് യേശു പറഞ്ഞില്ല. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കുക. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഞാൻ രാജാവായി മടങ്ങി വരുമ്പോഴല്ല, സ്വത്രം ഇന്ന് രാത്രി പറയണ, കാൽവരി ദർശനം അകത്ത് കയറിയവൻ തകരത്തില്ല. എന്നാൽ ഒരുവനുണ്ടായിരുന്നു, അത്ഭുതം കണ്ടവൻ, അതിശയം ചെയ്തവൻ, 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന് ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാ യൂദ. 5 അവസരം കൊടുത്തില്ലേ? എന്നോടുകൂടെ പന്തിയിലിരിക്കുന്നവൻ, എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ, മനുഷ്യപുത്രന്റെ ചുംബനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്നവൻ. ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ 5-ാമത്തെ അവസരം യേശു പറഞ്ഞില്ലേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. 5 അവസരം യൂദായ്ക്ക് ദൈവം കൊടുത്തു. പക്ഷേ അവൻ മടങ്ങി വന്നില്ല. 30 വെള്ളിക്കാശിന് വേണ്ടി അവൻ യേശുവിന് ഒറ്റുകൊടുത്തു. കാൽവറി മരണം കണ്ടില്ല. പാപത്തിന്റെ അങ്കിയും പണവും അവന്റെ മേൽ വന്നു. അതവൻ എവിടെ ചെന്ന് കൊണ്ടുചെന്നു? പുരോഹിതന്മാരുടെ മുൻപിലേക്ക് കൊണ്ട് 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവന് രക്ഷയില്ല. അകത്ത് കുറ്റബോധം. മഞ്ഞാലിമൂട്ടിനകത്ത് ഒരു ആലിനകത്ത് അവൻ കയറി. അവൻ കെട്ടിത്തൂങ്ങി. പക്ഷെ ചില്ല് പൊട്ടിയോ? അവൻ്റെ തല താഴേക്ക് പതിച്ചു. കുടൽമാല പൊട്ടിച്ചിതറി. അവൻ വഴിയിൽ വെച്ച് പട്ടുപോയി. ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ടിട്ട് മുന്നറിയിപ്പുകൾ അവഗണിച്ച് യാത്ര ചെയ്താൽ, അവനോട് കൂടെ താലത്തിലിരുന്നവൻ, പന്തിയിലിരുന്നവൻ, അത്ഭുതം കണ്ടവൻ, അതിശയം ചെയ്തവൻ, സ്വത്ര അവൻ വഴിയിൽ വെച്ച് പട്ടുപോയി. തീർന്നില്ല. അവസാന മിനിറ്റ് കാൽവറിയുടെ കൊലക്കളത്തിൽ നാഥന്റെ മുഖത്തേക്ക് നോക്കിയവൻ, അവൻ ക്രൂശിന്ന് താഴെ ഇറങ്ങിയില്ല. ആ മുഖം കണ്ടപ്പോൾ തേജസ് അവന്റെ മേൽ വാരി. അവൻ പറഞ്ഞു, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെയും ഓർക്കണമേ. ഇന്ന് രാത്രി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നെങ്കിൽ യൂദ വഴിയിൽ വെച്ച് പട്ടുപോയി. കാൽവറിയിലെ കള്ളൻ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. മഞ്ഞാലിമൂടെ 100 കണക്കിന് പ്രഭാഷണങ്ങൾ കേട്ടെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പി. ഈ സത്യവചനം നിങ്ങളുടെ അകത്തളങ്ങളിൽ ചലിക്കട്ടെ. ഇന്ന് രാത്രി രക്തചന്ദ്രൻ വരാൻ പോകുന്ന ഇസ്രയേലിന്റെ ആല് കമ്പ്യൂട്ടറിനെ ഞാൻ വലച്ചു കാട്ടി. യഹൂദൻ നിലവിളിക്കാറായി. അവന് വേണ്ടി ഭൂമിയുടെ അടിയിൽ അറ ഒരുങ്ങി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുടങ്ങുവാൻ കാലമായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കഴിഞ്ഞ രാത്രി പറഞ്ഞതുപോലെ ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ 10,000 പേര് സുന്ദരനായി കാന്തൻ വരാറായി. ലോക സംഭവങ്ങൾ മുഴുവൻ അപ്പച്ചാമ്മച്ചി യേശുവിനെ
വരവിനെ കാണിക്കുന്നു. ജാതി ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ക്ഷാമവും ഭൂകമ്പവും യുദ്ധവും എല്ലാം ഉണ്ടാകുന്നു. യുദ്ധത്തിൻ്റെ ശ്രുതികളും മുഴങ്ങുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ മണവാളൻ മധ്യാകാശത്തിൽ വരാറ്. ഇന്ന് രാത്രി ആരച്ചേർക്കുവാൻ യേശു വരും. പാറയുടെ പിളർപ്പിലോ കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. 2 പ്രാവിനെ പഴയ നിയമത്തെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ഒരു പ്രാവിൻ്റെ കഴുത്ത് അറക്ക്, മറ്റേ പ്രാവിൻ്റെ കാല് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുക. കഴുത്തറുത്ത രക്തം മറ്റേ പ്രാവിൻ്റെ മുഖത്ത് തെറിക്കുക. മക്കളെ, രക്തം തെറിച്ച പ്രാവ് പട്ടണത്തിൽ നിൽക്കത്തില്ല, അത് പോകും പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി മഞ്ഞാലുമൂട്ടിൽ ജീവന്റെ വചനമെടുത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അപ്പച്ചാ, അമ്മച്ചിയെ, സഹോദര സഹോദരി, ആരും നിങ്ങളുടെ മുഖം കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ മുഖം കാണുവാ എൻ്റെ കാന്തൻ വരാറാ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരാറ്. പാറയുടെ പിളർപ്പിൽ കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. നമ്മെ ചേർക്കുവാൻ യേശു വരാറ്. ഇന്ന് രാത്രി ഭൂമിയുടെ അടി ഒരുങ്ങി അനന്തര സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ ഇവിടെ കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കൃപയാൽ നാളെ രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. മരണത്തിന് വേണ്ടി മഞ്ഞാലിമൂട്ടിലുള്ളവർ ഓടാൻ പോകുന്നു. കടലിൻ്റെ അടിയിൽ നടക്കുന്ന മാറ്റങ്ങൾ നാളെ രാത്രി നാം ചിന്തിക്കാൻ പോകുന്നു. വരാനിരിക്കുന്ന ഈ കഷ്ടകാലത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? ഇന്ന് രാത്രി ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും അത്താഴം കഴിക്കും. ഇന്ന് രാത്രി ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി, കാട്ടുമൃഗ, ലോകത്തിലെ സംഭവങ്ങളെല്ലാം യേശുവിൻ്റെ വരവിനെ കാണിക്കുമ്പോൾ ഒരു രാത്രി കൂടി ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ 2 ടിക്കറ്റ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ കൈവിടപ്പെട്ടു പോകും. രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി നിലവിളിച്ചുകൊണ്ട് ഓൺലൈനകത്ത്, വീട്ടിനകത്ത്, മഞ്ഞാലുമൂട്ടി റോഡിനകത്ത് ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൽ വരണ്ട. മകനേ, മകളെ, ഇന്ന് രാത്രി ഹല്ലേലൂയ, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് വേച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ പച്ച പൈൻ മരത്തിൻ്റെ കുരിശുമായി കാൽവറിയുടെ കൊലക്കളത്തിൽ പോയി ഹല്ലേലൂയ 3 കാരിരുമ്പാണികളാൽ അവൻ്റെ ശരീരം നുറുക്കപ്പെട്ടുവെങ്കിൽ, അവൻ്റെ ചങ്കിൽ നിന്ന് രക്തമൊഴുകിയെങ്കിൽ, ആ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാൻ എന്നെ ഒന്ന് വിധേയമാക്കണമേ. എൻ്റെ പാപം എത്ര കടിഞ്ഞു വപ്പായെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. യുദ്ധങ്ങളും എല്ലാം തുടങ്ങാറ്. എല്ലാവരും എഴുന്നേറ്റാട്ടെ, ഒന്ന് കരമടിച്ച് ആരാധിച്ചാട്ടെ. ഇത്രയും പേര് ദൈവം കൊണ്ടുവന്നു. നമ്മുടെ കർത്താവ് വരാറായി. വചനം മുഴുവൻ യേശുവിൻ്റെ വരവിനെ വിളിച്ച് കാണിക്കുമ്പോൾ പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങ പ്രാക്കളെ പോലെ നാം ചിറകടിച്ച് മധ്യാകാശത്തിൽ പോകാറായി. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവ് ഏത് സമയം സംഭവിക്കാറ്. എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി അന്ധകാര ശക്തികൾ മാറട്ടെ, ദുഷ്ടന്റെ പോരുകൾ മാറട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപ ഈ പട്ടണത്തിനകത്ത് വ്യാപരിക്കട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ ഈ വെള്ളിയാഴ്ച രാത്രി. Yes Lord, the mighty presence of Holy Spirit. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും. പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ. കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസിംഹനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. എല്ലാ വായികളും ആരാധിച്ചാട്ടെ. കണ്ണുനീർ സാരമില്ല. മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാനിനിയും സമയമില്ല. മധ്യാകാശത്തിക്കൽ മകതീരത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാനിനിയും സമയമില്ല.
മധ്യാകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. എല്ലാ വായികളും കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല. ശക്തിയോടെ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. നിത്യസിംഹാനമോർത്തിടുമ്പോൾ തൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും എല്ലാ കരങ്ങളും പിടിച്ച് ആരാധിച്ചാലോ. ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുകനായി. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നു, യേശുവിൻ ജനമേ ഒരുങ്ങുകനാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ നിത്യതേജസ്സിംഹാനമോർത്തിടുമ്പോഴേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. മുത്തോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവൻ നദി ഒഴുകാൻ. മുത്തോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവൻ നദി ഒഴുകാൻ. നീക്കല്ലാതെ കടപ്പാൻ വയ്യാത്ത ഇരുവയുന്നു തുറക്കണതാ. നീക്കല്ലാതെ കടപ്പാൻ വയ്യാത്ത ഇരുവയുന്ന് തുറക്കണതാ. പെന്തക്കോസ്തുനാളിൽ ഉന്മയ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം. ഉന്മയ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകണം, മാലിന്യം മറയണം, പിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകണം, മാലിന്യം മറയണം, പിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. അവൻ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലല്ല. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സൂചിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സൂചിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ഉന്മയ പെയ്യിച്ച പരമപിതാവേ അമേരിക്കയിലെ ആശുപത്രിയിലല്ലോ അഞ്ഞാലുമൂട്ടിൽ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ മഴ. പിന്മഴ നൽകാം. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാം. എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാം. ചൈതന്യം വേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. അഭിഷേകത്തിന്റെ മഴ ഇന്ന് രാത്രി, അഗ്നിയുടെ മഴ ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാ ദുരാത്മഘട്ടങ്ങളും, എല്ലാ അന്ധകാര ശക്തികളും, എല്ലാ രോഗഘട്ടങ്ങളും ഇന്ന് രാത്രി കാൽവറിയുടെ അടിപ്പിണന്റെ കരത്താൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ സ്പോണ്ടിലൈറ്റിസുകളും ഇന്ന് രാത്രി സൈന്യത്താലല്ലോ ശക്തിയാലല്ലോ ദൈവത്തിന്റെ കരത്താൽ